ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയോട് എത്ര ചോദിച്ചിട്ടും സച്ചിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്നും ഗൂഗിളുമായിട്ട് സംസാരിച്ചത് എന്താണെന്നും തുറന്നു പറയാൻ കൂട്ടാക്കാത്ത സച്ചി ഒടുവിൽ തന്റെ പിന്നാലെ നടന്ന് തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന അമ്മയോടും സഹോദരിമാരോടും സച്ചി തട്ടിക്കയറുകയാണ്. നിർത്തുന്നുണ്ടോ? 10 വർഷമായി ഞാൻ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. ഞാനിപ്പോ ഈ കുടുംബത്തിന് വേണ്ടി പകലന്തിയോളം അധ്വാനിക്കുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്. അല്പനേരമെങ്കിലും എന്നെ സമാധാനത്തോടെ വിട്. ഇങ്ങനെ പിന്നാലെ നടന്ന് ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ കൂടുതൽ പ്രശ്നത്തിലാക്കാതെ. എനിക്ക് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് പറയുമല്ലോ. എന്തിനാ വെറുതെ ഇങ്ങനെ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് സച്ചി ബഹളം ഉണ്ടാക്കി. ഉടനെ അടുത്ത് നിന്ന് അനഘ പറഞ്ഞു, ഞങ്ങൾക്കറിയാം സച്ചിയുടെ മനസ്സിനെ കാര്യമായിട്ട് എന്തോ അലട്ടുന്നുണ്ട് എന്ന്. സാരയില്ല, ഞങ്ങൾ ആരതി ചേച്ചിയോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വല്ലാത്ത ദേഷ്യേ. ആരതിയോടോ? ആരതി എന്റെ ആരാ? ആരതിയോട് ചോദിക്കാൻ? ആരതി എന്റെ പി എ ആണോ എന്ന് ചോദിച്ച് സച്ചി ബഹളം ഉണ്ടാക്കി. അപ്പോഴേക്കും അടുത്ത് നിന്ന കമലമ്മ പറഞ്ഞു, അതല്ലല്ലോ മോനെ, ഈയിടെയായിട്ട് നിന്റെ സങ്കടങ്ങളും നിനക്ക് എന്ത് സംഭവിച്ചാലും അതെല്ലാം നീ പറയുന്നത് ആരതിയോടല്ലേ, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെ, ഇതിന്റെ കാര്യത്തിൽ ഇക്കാര്യം പറഞ്ഞ് ആരും ആരതിയെ വിളിക്കാനും പോകണ്ട, ആരോടും ചോദിക്കാനും പോകണ്ട. എന്റെ പ്രശ്നങ്ങൾക്കൊന്നും ഇതിൽ യാതൊരു പരിഹാരം ആരതിക്ക് കാണാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇത് ആരോടും ചോദിക്കാൻ നിൽക്കണ്ട. ദേവി ഇത് എല്ലാവരും എന്നെ ഒന്ന് വെറുതെ വിട്, എനിക്ക് അല്പം സമാധാനം താ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സച്ചി അകത്തേക്ക് കയറിപ്പോയി. ഇത് കണ്ടു നിന്ന കമലമ്മ വല്ലാതെ തളർന്നു പോകുന്ന കണ്ട് സ്നേഹ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അമ്മേ, സച്ചിയേട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ എന്ന് പറഞ്ഞതും കമലമ്മ പറഞ്ഞു, എന്റെ കുഞ്ഞ് ഇന്നേ വരെ ആരോടും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. എന്തൊക്കെ കഷ്ടകാലമാണോ ദൈവമേ ഈ കുടുംബത്തിന്. ആ അവന്തിക, അവൾ ഒറ്റയൊരുത്തി കാരണമാണ് ഈ കുടുംബം ഇങ്ങനെ ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അവന്തികയെ കുറിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കമലമ്മ. അപ്പോഴേക്കും ഈ സമയത്ത് അർച്ചന തന്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് എത്രയും വേഗം തന്നെ അത് സച്ചിയേട്ടനെയും കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കണമെന്ന് അർച്ചന തീരുമാനിച്ചു. ഇത് അവന്തികയ്ക്കെതിരെയുള്ള സച്ചിയേട്ടന്റെ ആയുധമാണ്. സച്ചിയേട്ടനെയും കുടുംബത്തെയും എന്നേക്കുമായി ആ നെല്ലിശ്ശേരിയിൽ നിന്ന് പടിയിറക്കി വിട്ടത്, നെല്ലിശ്ശേരി കുടുംബത്തെ എന്നേക്കുമായി തെരുവിലേക്ക് പറഞ്ഞയച്ചതൊക്കെ ഈ ഒറ്റയൊരു ഡോക്യുമെന്റിന്റെ പിൻബലത്തിലായിരുന്നു അവന്തിക ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ഈ ഡോക്യുമെന്റ് അത് കൃത്യമായി സച്ചിയേട്ടന്റെ കൈകളിലെത്തിയാൽ, സച്ചിയേട്ടന്റെ വക്കീലായ ഇത് ആരതി മേഡത്തിന്റെ കൈകളിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മേഡത്തിന് ഇത് അവന്തികയ്ക്കെതിരെ ഉപകരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന്തികയുടെ ഈ കള്ളക്കളികൾ അവസാനിപ്പിക്കണം. അവന്തികയെ എല്ലാം നഷ്ടപ്പെടുത്തി അവളെ തെരുവിലേക്ക് പറഞ്ഞയക്കണം. സച്ചിയേട്ടനും എന്റെ കുടുംബത്തിനും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നേടിക്കൊടുക്കണം എന്ന് അർച്ചന മനസ്സിൽ ഉറപ്പിച്ചു. അതിന് ഇത് എത്രയും പെട്ടെന്ന് ആരതി മേഡത്തിന്റെ കൈകളിൽ എത്തിക്കുകയാണ് വേണ്ടത് എന്ന് അർച്ചന അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ പേപ്പേഴ്സും കയ്യിൽ പിടിച്ച് അർച്ചന ആലോചിച്ചിരിക്കുന്ന കണ്ടുകൊണ്ടാണ് അകത്തേക്ക് ഗോകുലും ഗൗരിമോളും എത്തിയത്. ആഹാ, ഇതെന്താടോ താൻ ഈ പേപ്പറും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതെ, ഇതാ ഡസ്റ്റ്ബിന്നിൽ കിടന്നതാണ്. മോള് എന്തൊക്കെയോ ഇട്ടിരുന്ന പേപ്പേഴ്സാ, ഞാൻ വെറുതെ എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ എന്ന് അർച്ചന പറയുമ്പോഴേക്കും അത് കേട്ട് നിന്ന ഗൗരിമോളി ചോദിച്ചു, അമ്മേ, അതിൽ 1-2 ബുക്സ് ഉണ്ടായിരുന്നു, അതമ്മ കണ്ടിരുന്നോ എന്ന് ചോദിച്ചതും അതൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്ന് അർച്ചന പറഞ്ഞു. ഉടനെ ഗൂഗിള് പറഞ്ഞു, മോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഇയാളെ നല്ല ഒന്നാന്തരം വക്കീലിന്റെ ഭാര്യയാണ്. അപ്പൊ പിന്നെ ഒരു പേപ്പേഴ്സും അങ്ങനെ വെറുതെ കളയില്ല. എല്ലാം കൃത്യമായ തെളിവുകളായിട്ട് കയ്യിൽ തന്നെ സൂക്ഷിക്കും. അത് എന്തിനുള്ളതാന്നൊക്കെ കൃത്യമായി നോക്കിയതിനു ശേഷം മാത്രമേ ഓരോ പേപ്പേഴ്സും കളയുകയുള്ളൂ. അതൊക്കെ ഇപ്പോ വക്കീലിന്റെ ഭാര്യയായി മാറിയത് കൊണ്ട് എല്ലാം സംവൃതയ്ക്ക് അതെല്ലാം മനസ്സിലാവും അല്ലെ സംവൃത? എന്തായാലും ഇനി അതോർത്ത് ആലോചിച്ച് വിഷമിക്കേണ്ട, ഇനി ബാക്കി കാര്യങ്ങൾ നാളെ നോക്കാം. എന്നാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഗോകുൽ അർച്ചനയോടും ഗൗരിമോളോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഗോകുല് പോയി കഴിയുമ്പോഴേക്കും അർച്ചന ഈ പേപ്പേഴ്സ് എങ്ങനെയും മാരുതി മേഡത്തിന്റെ കൈകളിൽ എത്തിക്കണമെന്നും പക്ഷെ ഇതിന് പിന്നിൽ താനാണെന്ന് ഒരു കാരണവശാലും അറിയരുത് എന്നും അർച്ചന തീരുമാനിച്ചു. ഈ സമയത്ത് സച്ചിയുടെ കുടുംബത്തെ തകർത്തെറിയുന്നതിന് വേണ്ടി സന്ദീപിനെ കണ്ടെത്താൻ എന്താണ് പോംവഴിയെന്ന് ആലോചിക്കുകയായിരുന്നു അവന്തികയും മൂർത്തിയും കൂടി. മൂർത്തിയോട് അവന്തിക അറിഞ്ഞ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായി പറഞ്ഞു. മൂർത്തി തന്റെ ആളുകളെ വിളിച്ചിട്ട് അവിടെ സന്ദീപിന്റെ കാറ് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും അവരന്വേഷിച്ചിട്ട് കാറ് കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃത്യമായി അവിടെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് മൂർത്തി. എത്രയും വേഗം തന്നെ ആ പരിസരത്ത് ഉള്ള അടഞ്ഞു കിടക്കുന്ന ഗോഡൌണുകൾ, കെട്ടിടങ്ങൾ, പണി പൂർത്തിയാകാത്ത കെട്ടിടങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും കൃത്യമായ അന്വേഷണം നടത്തണം. എവിടെ നിന്നെങ്കിലും സന്ദീപിനെ കണ്ടെത്തിയേ തീരൂ. എത്രയും പെട്ടെന്ന് തന്നെ സന്ദീപിന് എന്താ സംഭവിച്ചതെന്ന് അറിയണം. നാളത്തെ ദിവസം നിങ്ങൾക്കറിയാവല്ലോ. അതുകൊണ്ട്
എത്രയും വേഗം അവനെ കണ്ടെത്തണം. 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് കൃത്യമായ അതിന്റെ മറുപടി കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് മൂർത്തി ഫോൺ വെക്കുമ്പോഴേക്കും അവന്തിക അരികിലെത്തി ചോദിച്ചു, മൂർത്തി, എന്താ വല്ലതും നടക്കുവോ അതോ മറ്റാരെങ്കിലും ഏർപ്പാട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല മേഡം, ഉടനെ തന്നെ കണ്ടെത്താൻ കഴിയും. നമ്മൾ അറിഞ്ഞ സത്യമാണ്. സന്ദീപിന്റെ കാർ അവിടെ കണ്ടത് ആ ബാറിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിലാണ് അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നറിയിച്ചു. എന്നിട്ട് എന്നിട്ട് ഇത്രയും ദിവസമായിട്ടും അവനെ കണ്ടെത്താൻ ആരെക്കൊണ്ടും സാധിച്ചില്ലല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടെത്തിയിരിക്കണം മൂർത്തി. ഇല്ലെങ്കിൽ അറിയാവല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. പിന്നെ ഈ അവന്തിക മരിക്കുന്നതിന് തുല്യമാണ്, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവന്തിക അങ്ങനെ പറഞ്ഞത് കേട്ട് മൂർത്തി പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ല മേഡം, മേഡം ധൈര്യമായിട്ടിരിക്കെ, ഉടനെ തന്നെ അവനെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കും എന്ന് പറഞ്ഞ് മൂർത്തി അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് മദ്യപിച്ച് ആകെ ലക്കുകെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ വീട്ടിലേക്ക് കയറി വരികയാണ് രാജീവ് നേരെ കോളിംഗ് ബെൽ അടിച്ചതും വാതിൽ തുറന്ന ശോഭ മുന്നിൽ നിന്നിങ്ങനെ ആടുന്ന രാജീവിനെ കണ്ടു. ഉടനെ രാജീവ് കാലുറയ്ക്കാതെ വേഗം അകത്തേക്ക് കയറി ആ സെറ്റിയിലേക്ക് ചെന്നിരിക്കുന്ന കണ്ടതും ശോഭ ചോദിച്ചു, നീ മദ്യപിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചതും, ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മയ്ക്ക് എന്ന് ചോദിച്ചതും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ വെട്ടുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ കിടന്ന കിടപ്പിൽ ഇവിടെ കിടന്നിരുന്നപ്പോ നോക്കാൻ ഇവിടെയുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മറക്കണ്ട എന്ന് പറഞ്ഞതും, ഞാൻ ഒന്നും മറന്നിട്ടില്ല. എവിടെ എന്റെ ഭാര്യ ശിശിര എന്ന് ചോദിച്ച് ശിശിരേ എന്ന് വിളിച്ചുകൊണ്ട് വേഗം മുകളിലേക്ക് കയറി പോവുകയാണ് രാജീവ്. ഇത് കണ്ടതും ശോഭ പറഞ്ഞു, ഇവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഇനി ഒരിക്കലും നന്നാവുകയുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശോഭ രാജീവിന്റെ ആ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ ശോഭ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി. ഈ സമയത്ത് രാജീവ് നേരെ മുറിയിലേക്ക് കയറി പോകുമ്പോൾ സച്ചി ആകെ വിഷമിച്ച് സിറ്റൗട്ടിലിരിക്കുന്ന കാഴ്ച കണ്ട് അരികിലേക്ക് ആതിര എത്തി. ആതിര സച്ചിക്ക് അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, സച്ചിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും, എന്താ എന്ന് ചോദിച്ചു. ഏട്ടാ, ഏട്ടനോട് പറയാതെ ഞാൻ ഇന്ന് ജോലിക്ക് പോയി, ഏട്ടനോട് അനുവാദം വാങ്ങിക്കാൻ സാധിച്ചില്ല. ഏട്ടാ, ഏട്ടന് ഞാൻ ഓഫീസിൽ ജോലിക്ക് പോയതില് ഏട്ടന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി പറഞ്ഞു, മോളെ, നിന്നെ ജോലിക്ക് പറഞ്ഞയക്കേണ്ട ആവശ്യം തൽക്കാലം ഇല്ലല്ലോ. ഞാൻ ജോലി ചെയ്ത് പണം ഈ വീട്ടിലെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ടും മോളിങ്ങനെ ഒരു ജോലിക്ക് പോകുന്നു പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എന്ന് സച്ചി അറിയിച്ചു. മുമ്പ് അർച്ചന എന്നോട് പറഞ്ഞിരുന്നു, നമ്മുടെ നെല്ലിശ്ശേരിയില് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങണമെന്ന്. സത്യത്തിൽ അന്ന് അങ്ങനെ ഒന്നിനെയും കുറിച്ചും ചിന്തിച്ചില്ല. എന്നാൽ ഇന്ന് നമുക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടമാവുകയും ചെയ്തു. പക്ഷേ ഇനി നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരു ബിസിനസ് തുടങ്ങിയിരിക്കും എന്ന് ആ വാക്ക്, അർച്ചനയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കുമെന്ന് സച്ചി ഉറപ്പ് നൽകി. ഇത് കേട്ട് കഴിഞ്ഞതും ആതിര പറഞ്ഞു, സച്ചിയേട്ടാ, ഒരു ഏട്ടത്തി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തുല്യാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. എങ്കിൽ ഒരു ഏട്ടൻ എന്ന് പറഞ്ഞാൽ അച്ഛന് തുല്യനാണ് എന്ന് ഇന്ന് സച്ചിയേട്ടനിലൂടെ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. സച്ചിയേട്ടൻ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സച്ചിയേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. ഇനി മുന്നോട്ടും ഇങ്ങനെ ഒരു ജോലി എനിക്ക് ഉണ്ടായേ തീരൂ. കാരണം ഒരു ജോലി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെയാണ്. ഇനി മുൻപോട്ട് ചിലപ്പോൾ ഞാനൊരു സിംഗിൾ മദറായിട്ടായിരിക്കും ഇനി എൻ്റെ ജീവിതം നയിക്കേണ്ടി വരിക. അങ്ങനെ ഒരു സിംഗിൾ പേരൻ്റായി ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു അധ്വാനിക്കേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചേ മതിയാകൂ. എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാനും ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത്. എനിക്ക് എൻ്റെ കുട്ടിയെ വളർത്തണം, അവളെ സ്വന്തം കാലിൽ നിലനിർത്തണം. അവൾക്ക് കേട്ടാൽ ആരും മോശം പറയാത്ത നല്ലൊരു വരുമാന മാർഗം, നല്ലൊരു ജോലി അവൾക്കുണ്ടാക്കി കൊടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് ആതിര പറയുമ്പോൾ അത് കേട്ട് സച്ചി പറഞ്ഞു, മോളെ, എനിക്ക് വിശ്വാസമാണ് നിന്റെ ഇപ്പോഴത്തെ ഈ വാക്കുകളിലും ചിന്തകളിലും ഒക്കെ ശരിക്കും ഒരു പക്വത നിറഞ്ഞ ഒരാളുടെ തീരുമാനങ്ങളും ചിന്തകളും ഒക്കെയാണ് ഇപ്പോൾ നിനക്കുള്ളത്. അത് ഒരു ഉറച്ച തീരുമാനം തന്നെയാണ്, ഒരു ഉറച്ച നിലപാടുകളാണ് നിനക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിനക്ക് ഇക്കാര്യത്തിൽ വിജയിക്കാൻ കഴിയും മോളെ. എൻ്റെ അനുഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും എന്നും നിനക്കൊപ്പം ഉണ്ടാവും എന്ന് സച്ചി അറിയിച്ചു. ആതിര സച്ചിയുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുമ്പോൾ സച്ചി ആതിരയെ ചേർത്ത് പിടിച്ച് എന്നും നിനക്കൊപ്പം എന്നും ഈ ഏട്ടനുണ്ടാവുമെന്ന് പറഞ്ഞ് ആതിരയെ സമാധാനിപ്പിക്കുമ്പോൾ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഏട്ടനെന്ന് പറഞ്ഞ് എന്നും ഈ ഏട്ടന് അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോഴേക്കും
ആതിരയെ ചേർത്ത് പിടിച്ച് ഒരച്ഛന്റെ സ്നേഹത്തോടെയും ഏട്ടന്റെ വാത്സല്യത്തോടെയും ആ മകളെ ചേർത്ത് പിടിച്ചിട്ട് ആതിരയെ ആശ്വസിപ്പിക്കുന്നു. ഉടനെ ആതിര വേഗം അവിടെ എഴുന്നേറ്റ് കണ്ണുനീര് തുടച്ച് മുറിയിലേക്ക് പോകുമ്പോൾ സച്ചി സന്തോഷത്തോടെ കമലമ്മയോട് പറഞ്ഞു, കേട്ടില്ലേ അമ്മേ, ആതിര ആതിര എനിക്ക് തന്ന സ്ഥാനം എന്താണെന്ന് കണ്ടില്ലേ അമ്മേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സച്ചി കണ്ണുനീര് തുടച്ചു. അപ്പോഴാണ് ആരതിയെ കാണുവാനായി ഗൂഗിൾ എത്തിയത്. സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം തന്റെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആതിരയോട് പറയുകയാണ് ഗൂഗിൾ. സച്ചി എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അർച്ചന എന്നേക്കുമായി നഷ്ടമായി എന്നൊരവസ്ഥ. സത്യത്തിൽ ഇപ്പോ സച്ചിയെ കുറ്റപ്പെടുത്താൻ സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല എന്ന് ഗൂഗിൾ മറുപടി നൽകി. അപ്പോഴേക്കും ഗൂഗിളിനോട് ആരതി പറഞ്ഞു, സാർ, ഇത് തന്നെയാണ് സച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം. സാർ ഒന്ന് മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ 10 വർഷക്കാലം സച്ചി അർച്ചനയെ മാത്രം ചിന്തിച്ചാണ് ജീവിച്ചത്. സച്ചിയുടെ മനസ്സിൽ അർച്ചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഇന്നും എന്നും സച്ചി അർച്ചനയെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് സാർ അർച്ചനയിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായപ്പോ, അർച്ചനയുടെ പെരുമാറ്റം അത്തരത്തിലായപ്പോ സച്ചിക്ക് സഹിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് സച്ചി ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം സാർ മനസ്സിലാക്കണം, നമ്മൾ സ്നേഹിക്കുന്നവര് നമ്മുടെ സ്നേഹം തിരിച്ചറിയുന്നില്ല എന്ന് വരുന്ന ആ സാഹചര്യത്തിൽ അവർ മറ്റുള്ളവരുടെ മാനസികാവസ്ഥയോ മറ്റുള്ളവർ ഇപ്പോൾ എങ്ങനെയാണെന്നോ അവർ ചിന്തിച്ചെന്ന് വരില്ല. പോരാത്തതിന് ഇതുപോലെ ഇത്രയും ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്ന് ആരതി പറയുമ്പോ അത് കേട്ട ഗൂഗിൾ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നു ആരതി, ഇപ്പോ സച്ചിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നെയാണ്. കാരണം ഈ 10 വർഷക്കാലം സച്ചി അർച്ചനയെ സ്നേഹിച്ചു, അർച്ചനയെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. അത് സത്യം തന്നെയാണ്. എന്നാൽ ഈ 10 വർഷക്കാലം ഞാൻ ജീവിച്ചത് എന്റെ സമൃദ്ധ മരിച്ചിട്ടില്ല എന്ന ധാരണയിൽ തന്നെയായിരുന്നു. അതായിരുന്നു എന്റെ ഭാഗത്തെ പിഴവ്. എന്നെ സംബന്ധിച്ച് സമൃദ്ധി എനിക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. സമൃദ്ധ ഇന്ന് വരെ ഒരു ഭാര്യയായിട്ട് എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ ഒന്നിച്ച് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. പക്ഷേ അയാൾ വന്ന് അന്നു മുതൽ സമൃദ്ധ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അയാളുടെ സന്തോഷം മാത്രമായിരുന്നു എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അവളുടെ സന്തോഷം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് ഗൂഗിൾ അറിയിച്ചു. അതുകൊണ്ട് സത്യം തിരിച്ചറിയുന്ന നിമിഷം ഓർമ്മ തിരിച്ചു വരുന്ന ആ അർച്ചന, എന്നെ തിരിച്ചറിയാതെ പോകുന്ന അർച്ചനയുടെ പ്രതികരണം, അതാണ് ഇപ്പോൾ എന്നെ ഭയപ്പെടുത്തുന്നത്. എനിക്ക് സമൃദ്ധിയെ വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. സച്ചിയുടെ ഭാര്യയാണ് അർച്ചന എന്നെനിക്കറിയാം. പക്ഷേ അർച്ചനയാണ് എൻ്റെ സമൃദ്ധിയെന്നും സമൃദ്ധിയാണ് അർച്ചനയെന്നും അങ്ങ് ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് തയ്യാറാവുന്നില്ല. സത്യത്തിൽ ഞാനിപ്പോൾ ഭയക്കുന്നത് അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന ആ ഒരു നിമിഷത്തെയാണ്. ഇനി കുറച്ചുകൂടി സച്ചിയുടെ ഈ കേസിന്റെ കാലാവധി ഒന്ന് കഴിഞ്ഞോട്ടെ, കേസ് ഒന്ന് അവസാനിച്ചോട്ടെ, അതുവരെ ഒന്ന് ക്ഷമിക്കാൻ സച്ചിയോട് പറയണമെന്ന് ഗൂഗിൾ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം കേട്ടു നിന്ന ആരതിയുടെ മനസ്സും വല്ലാതെ പിടഞ്ഞു. ആരതി ആലോചിച്ചു, ഈശ്വര, എന്തൊരു അവസ്ഥയാണ്. രണ്ടുപേരും ഒരുപോലെ നന്മയുള്ളവർ, മനസ്സിൽ നന്മ മാത്രമുള്ളവർ. രണ്ടുപേരും അർച്ചന ഇത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നു. സച്ചി സ്നേഹിക്കുന്നതിനേക്കാൾ ഇരട്ടി ആഴത്തിൽ ഒരു പക്ഷേ ഗോകുൽ സാറ് അർച്ചനയെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരിൽ ഒരാളുടെ തകർച്ച, ജീവിതത്തിലെ തകർച്ച എനിക്ക് കാണേണ്ടി വരും. ഇത്രയും നന്മയും സ്നേഹവുമുള്ള ഈ മനുഷ്യരിൽ ആരാണ് അർച്ചനയെ സ്വന്തമാക്കുക? ആരുടെ ജീവിതമാണ് തകർന്നു പോവുക? ഈ രണ്ട് മനുഷ്യന്മാരും നന്മയുടെ പ്രതീകങ്ങളായി മാറിയത് കൊണ്ട് തന്നെ സച്ചിയെ പോലെ തന്നെ അതേ രീതിയിൽ തന്നെ നന്മ മാത്രമുള്ള, നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ ഗോകുൽ സാറും. ഇവരുടെ ആരുടെ വേദനയാണ് ഞാൻ കാണേണ്ടി വരിക എന്ന് ആലോചിച്ച് ആരതിയും വിഷമത്തിലായി. അപ്പോഴാണ് രാജീവ് വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ശിശിരയുടെ മുറിയിലേക്ക് എത്തിയത്. ശിശിര മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജീവ് അകത്തേക്ക് കയറി ചെന്നത്. ഡി ശിശിരയെ എന്ന് വിളിച്ചുകൊണ്ട് നേരെ ആ കസേരയിലേക്ക് ചെന്നിരുന്നപ്പോഴേക്കും, നിങ്ങൾ ഇന്ന് വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് മദ്യപിക്കാതിരിക്കാൻ കഴിയില്ലല്ലേ, നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശിശിര പോകാൻ തുടങ്ങുമ്പോഴേക്കും രാജീവ് ദേഷ്യപ്പെട്ടു. എടി ശിശിരേ, നീ എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശിശിര രാജീവിനെ നോക്കിയതും, അതെ, നീയേ മര്യാദയ്ക്ക് എന്റെ കാലിലെ ഷൂ അഴിച്ചു വെക്കടി എന്ന് പറഞ്ഞു. ഉടനെ ദേഷ്യത്തോടെ നോക്കിയ ശിശിരയോട് രാജീവ് ചോദിച്ചു, അതെ, ഞാനൊന്നും മറന്നിട്ടില്ല. ഞാനിവിടെ വയ്യാതെ കിടന്നിരുന്ന അവസരത്തിൽ നീ എങ്ങനെ എന്നോട് പെരുമാറിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ശിശിര താനെന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ ശിശിരയുടെ മനസ്സിലൂടെ കടന്നുപോയി. ഉടനെ രാജീവ് പറഞ്ഞു, അതെ, ഇനി നിനക്കുള്ളതും ശരിക്കും തനി ഒരു പോലീസുകാരന്റെ ഭാര്യ എങ്ങനെ ആയിരിക്കുമോ അതുപോലൊരു ജീവിതമാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കാലിലെ ഷൂ അഴിക്കടി എന്ന് പറഞ്ഞതും പേടിച്ച് ശിശിര വേഗം രാജീവിന്റെ കാലിലെ ഷൂ അഴിക്കാൻ തുടങ്ങി. ഉടനെ ശിശിര പറഞ്ഞു,
നിങ്ങൾ നന്നാവില്ല എന്ന് പറഞ്ഞതും രാജീവ് വേഗം തന്നെ ശിശിരയുടെ കർണത്തടിച്ചു. അതെ, ശബ്ദം കേട്ടു പോകരുത് നിന്റെ, മനസ്സിലായല്ലോ? മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിച്ചു. വേഗം പോയി ഒരു ചായ എടുത്തിട്ട് വാടി എന്ന് പറഞ്ഞതും ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ശിശിര പേടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ രാജീവ് ശിശിരയുടെ ആ ഭയവും വേഗം പുറത്തേക്കുള്ള ആ പോക്കും ഒക്കെ കണ്ട് ചിരിയോടെ നോക്കിയിരുന്നു. എന്നിട്ട് വാതിക്കലേക്ക് വരുമ്പോൾ എന്തോ ആലോചിച്ച് നിൽക്കുന്ന ഗോകുലിനെ രാജീവ് കണ്ടത്. വേഗം തന്നെ രാജീവ് ഗോകുലിന്റെ അരികിലേക്ക് ചെന്നു. അളിയോ, അളിയൻ എന്താ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ഒന്നുമില്ല രാജീവേ എന്ന് ഗോകുൽ മറുപടി നൽകി. അപ്പോഴേക്കും അരികിലേക്ക് എന്ന് രാജീവ് ചോദിച്ചു, അളിയൻ ഇന്നലെ ആ സച്ചിയുടെ കേസിന്റെ ഫയല് കോടതിയിൽ സബ്മിറ്റ് ചെയ്തല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ അഡ്വക്കേറ്റ് കമ്മീഷന് ഒരു സമയപരിധി ഉണ്ടല്ലോ എന്ന് ഗോകുൽ മറുപടി അറിയിച്ചു. അത് കേട്ടതോടെ രാജീവ് ചോദിച്ചു, അല്ല അളിയന് എന്താ തോന്നുന്നത്, ഈ കേസിൽ ആര് വിജയിക്കും, സച്ചിയോ അതോ അവന്തികയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തികയുടെ ഭാഗത്താണോ അതോ സച്ചിയുടെ ഭാഗത്താണോ ഗൂഗിൾ എന്നറിയാനുള്ള രാജീവന്റെ ആ ശ്രമത്തിൽ അങ്ങനെ ഒരു ചോദ്യം രാജീവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോ ഒന്നും മിണ്ടാതെ എന്ത് പറയണമെന്നറിയാതെ ആകെ നിശബ്ദനായി നിൽക്കുകയാണ് ഗൂഗിൾ.